ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് ക്യാൻഡി അല്ലെങ്കിൽ ബ്രെഡ് മിഠായി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ബ്രെഡും കൊണ്ട് അടിപൊളി ഒരു ഐറ്റം ചെയ്യാൻ പോട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം. ഇപ്പം ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം ഇനി ബ്രെഡൊക്കെ ബാലൻസ് വന്നാൽ കളയരുത് കേട്ടോ. നമുക്കൊരു അടിപൊളി ഐറ്റം ചെയ്യാം. ബ്രെഡ് നമുക്ക് കാരമലൈസ് ചെയ്യാം. അത് അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പൊ ഇതാദ്യം നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാമേ. നമുക്ക് ഇതൊന്ന് തവയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം തവയിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മുടെ ബ്രെഡ് എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമേ. ഇപ്പം ദേ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണേ. ഇനി നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബ്രെഡ് എല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇത് ചെറിയ ചെറിയ പീസുകളാക്കുക. ഇതുപോലെ പീസുകളാക്കണം. ഞാൻ ഇതെല്ലാം ഒന്ന് പീസുകളാക്കി എടുക്കട്ടെ. അതുകൊണ്ട് ഇതേ ഒരു സൈസിൽ എടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പീസുകളാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇപ്പൊ നോക്കി നമ്മുടെ ബ്രെഡ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇനി അടുത്ത ഒരു പ്രൊസീജിയർ ഞാൻ പറഞ്ഞു തരാം. നമുക്കത് നോക്കാം. അപ്പൊ ഗ്യാസിൽ ഞാൻ കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഷുഗർ, ഇപ്പൊ ഇതിന്റെ ഒരു മധുരത്തിനനുസരിച്ച് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം, ഇപ്പൊ നോക്കി നമ്മളിട്ട ഷുഗർ കാരമലായി വരുന്നു. ആ സമയത്ത് നമ്മള് ബട്ടർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ ഒരു സ്പൂൺ വെനില എസൻസ്, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ ബ്രെഡ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു സാധനമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നോക്കി നമ്മുടെ ബ്രെഡിലെല്ലാം ആവണേ. അതിനനുസരിച്ച് മിക്സ് ചെയ്യുക. ഷുഗറിങ് നോക്കിയാൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഒരു ചെറിയൊരു പണിയുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇനി ഇത് നമ്മളൊരു പരന്ന ഒരു ട്രേയിലോട്ട് നിരത്തി കൊടുക്കണേ. ഇപ്പൊ നോക്കി ഞാനൊരു ട്രേയിലോട്ട് ഒരു ബട്ടർ തേച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്തോളൂ. എന്നിട്ട് നമ്മള് ഇത് ഉണ്ടാക്കിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റി മാറ്റി കൊടുക്കുക. ഇതിപ്പോ അങ്ങ് നല്ല ക്രിസ്പി ആവുവേ. അപ്പൊ ഇതിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക.
കണ്ട നമ്മൾ ഇവിടെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കറുമുറ അങ്ങനെ നമ്മുടെ ബ്രെഡ് മിഠായി റെഡിയായി. കണ്ടോ? കണ്ടോ? അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പം ബാക്കി ബ്രെഡ് വന്നാലും നിങ്ങൾ കളയാതെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്നായിരിക്കും ഇത് തീർന്നു പോകുന്നത്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. കേട്ടോ, നല്ല ക്രിസ്പിയാണ്, നമുക്ക് കഴിക്കാനും എല്ലാം ഉണ്ടല്ലോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത റെസിപ്പിയിൽ നമുക്ക് ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.